ഒരു നീണ്ട ചായയൊടിക്ക് ശേഷമാണ് അടുക്കളയിലോട്ട് വന്നത്. അപ്പോൾ തലേന്ന് തന്നെ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ലായിരുന്നു, അതുകൊണ്ടാക്കാമല്ലോ. അങ്ങനെ അപ്പത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് വെച്ചേ. അപ്പം ഞാൻ തലേന്ന് അരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് പഞ്ചസാരയും സോഡാപ്പൊടിയും കൂടെ ചേർത്ത് വെക്കും. അപ്പം നന്നായിട്ട് രാവിലെ പൊങ്ങി വരുവേ. അങ്ങനെ അതിലേക്ക് കോമ്പിനേഷനായിട്ട് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു സവാള എടുത്ത്, അരമുറി തക്കാളി, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 4-5 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാവേ. എന്നിട്ട് ഗ്രീൻ പീസൊക്കെ ഒന്ന് കഴുകി ഇത് കുക്കറിലോട്ട് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്തങ്ങ് വെക്കാവേ. അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതൊന്ന് കുക്കർ അടച്ചു വെക്കാം. അങ്ങനെ അതിൽ അവിടെ ഇരുന്ന് വിസിൽ കേൾക്കട്ടെ. എന്നിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങയില്ല, ഒരു ഇച്ചിരി തേങ്ങ തിരുമ്മി അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടിയും ചേർത്ത് അരച്ചെടുത്തേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പം കൂടെ ചുടാൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ വിസിൽ ഗ്രീൻ പീസിൻ്റെ വന്നപ്പോൾ അവിടെ എല്ലാം തെറിച്ച്, ഫോണിലോട്ടും തെറിച്ച്. അങ്ങനെ ഞാൻ പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ട് പിന്നെ ബാക്കി ജോലി തുടങ്ങി. അത് വേവിച്ച് മാറ്റിയായിരുന്നേ. അങ്ങനെ ഒരു കടായി വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ആ ഒഴിച്ചിട്ട് അതിൻ്റെ ഒന്ന് പച്ചമണം മാറട്ടെന്ന് വിചാരിച്ച് അങ്ങനെ ജാറോടെ കഴുകി ഞാൻ വെച്ച്. ചിലപ്പം ഗ്രീൻ പീസിനകത്ത് വെള്ളം കൂടുതലാണെങ്കിലോ എന്ന് വിചാരിച്ച് അതുകൂടെ ചെയ്ത് വെച്ചേട്ടാ. എന്തായാലും അപ്പമൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം റെഡിയായിട്ട് വരാനായിട്ട് എനിക്ക് ഇച്ചിരി പാടാന്നേ, ചിലപ്പോഴൊക്കെ ഫ്ലോപ്പായി പോവും. അങ്ങനെ ഗ്രീൻ പീസിൻ്റെ വിസിലൊക്കെ കളഞ്ഞ് അതൊന്ന് പറ്റിച്ചെടുത്ത് കേട്ടോ. അങ്ങനെ റെഡിയായി, അപ്പോൾ റെഡിയായി, കാപ്പി കഴിച്ച്.